പ്രവാസി വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ ബന്ധുവിനെ ചോദ്യം ചെയ്ത ശേഷം വീണ്ടും കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു. വണ്ടൂർ സ്വദേശിയായ വ്യവസായി VP മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. പ്രതിയെ ഉച്ചയോടെ തിരികെ കോടതിയിൽ ഹാജരാക്കി. 2025 ഡിസംബർ 6-നാണ് മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തോക്ക് ചൂണ്ടി തിരുമറ്റക്കോട്ട് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന ആഡംബരക്കാർ പിന്തുടർന്ന് ആക്രമിച്ചായിരുന്നു ഇത്. ആദ്യം കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ അറസ്റ്റ് ചെയ്ത പോലീസ് വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് നേരത്തെ മുഹമ്മദ് അലിയുടെ വ്യവസായ സംരംഭങ്ങൾ നോക്കി നടത്തിയിരുന്ന ബന്ധുവിലേക്ക് എത്തിയത്. ഇയാൾ നൽകിയ കൊട്ടേഷനാണിതെന്നാണ് കണ്ടെത്തൽ. സിയാസിനെ സംരംഭങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ വൈരാഗ്യത്തിന് പുറമെ മോചനദ്രവ്യം കൂടി ലക്ഷ്യമിട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് കോതക്കുറിശ്ശിയിൽ കൊട്ടേഷൻ സംഘം പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്ന് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. കൊട്ടേഷൻ സംഘാംഗങ്ങൾ മദ്യപിച്ച് ഉറങ്ങിയ സമയത്തായിരുന്നു മുഹമ്മദ് അലി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. സിയാസ് ഉൾപ്പെടെ കേസിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ 15 പേർ ഇതിനകം പിടിയിലായിട്ടുണ്ട്. ശരീരമാകെ പരിക്കേറ്റ മുഹമ്മദ് അലി ദിവസങ്ങളോളം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് മുഖ്യ സൂത്രധാരൻ പിടിയിലായത്. മുഹമ്മദ് അലിയുടെ പിതാവിന്റെ സഹോദരപുത്രൻ മലപ്പുറം പൂങ്ങോട് പീഡിയക്കൽ വീട്ടിൽ സിയാസിനെ പ്രത്യേക സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനു വേണ്ടിയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. കൊട്ടേഷൻ ടീമിനെ ബന്ധപ്പെടാനായി ഉപയോഗിച്ചത് അത്യാധുനിക സംവിധാനങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തി. ആസൂത്രണം മുതൽ കൃത്യം നടപ്പാക്കിയതുവരെ ഇതുവരെ പരിചയമില്ലാത്ത വിധത്തിലുള്ള ആപ്ലിക്കേഷനുകളാണ് ഉപയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വിദേശത്തുള്ളവർക്ക് ഇതിലുള്ള ബന്ധം അന്വേഷിച്ചു വരികയാണ് പോലീസ്. കേസിൽ ഇനിയും ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു. കേസ് സംബന്ധിച്ച തെളിവെടുപ്പിനായാണ് മുഖ്യപ്രതിയായ സിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.